ഇന്നത്തെ ഏറ്റവും പുതിയ അജയന്റെ രണ്ടാം മോഷണം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ടൊവിനോയെ നായകനാക്കി ജിതൻലാൽ സംവിധാനം ചെയ്ത ടൊവിനോ, ബേസൽ ജോസഫ്, കൃത്യ ഷെട്ടി, സുരഭി, ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഏറം അങ്ങനെ കൃത്യം 12ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓണം അവധികളെല്ലാം തന്നെ ടൊവിനോ തോമസിന്റെ ബിഗ് ബഡ്ജറ്റ് ഓണം റിലീസായിട്ടെത്തിയ പാൻ ഇന്ത്യൻ സിനിമ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ 12ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ കളക്ഷൻ ഇടിവാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച ഇതേ സമയം 2,22,00,000 മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 67 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ സിനിമയ്ക്ക് 1 കോടി കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ആദ്യ 12 ദിവസത്തെ ഏറ്റവും കുറവ് കേരള കളക്ഷൻ വരുന്ന ദിവസമായിട്ട് ടൊവിനോയുടെ ഏറം എന്ന സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ മാറുകയാണ്. എങ്കിൽ പോലും ഇന്നത്തോടെ സിനിമ 40 കോടി എന്ന മറ്റൊരു മൈൽ സ്റ്റോൺ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കടക്കുകയാണ്. ഇപ്പോഴും മോശമല്ലാത്ത ഹോൾഡോട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ എത്ര വരുമെന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിനിമയുടെ 87 കോടിയിലധികം രൂപ കളക്ഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞ് ഈ കാണുന്ന ഒഫീഷ്യൽ പോസ്റ്റർ വന്നെങ്കിൽ പോലും ഇനിയും സിനിമ 80 കോടി പിന്നിട്ടിട്ടില്ല. ഇന്ന് 12ാം ദിവസത്തെ കളക്ഷനോടെ ആയിരിക്കും ഏറം എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 70 കോടി കടക്കുക. 70-71 കോടി റേഞ്ചിലാണ് 12 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 30 കോടി ഒഫീഷ്യൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഏറം എന്ന സിനിമ അങ്ങനെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ ഏറമിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.